അയോധ്യയിലെ അഭിമാന മന്ദിരത്തിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അയോധ്യയിൽ പൂജിച്ച അക്ഷത വിതരണവുമായി രാമഭക്തർ രാജ്യത്തെ വീട് വീടാന്തരം കയറിയിറങ്ങുകയാണ്. വനവാസം പൂർത്തിയാക്കി അയോധ്യയിലേക്കുള്ള ശ്രീരാമചന്ദ്രന്റെ മടങ്ങിവരവ് ഭാരതം മുഴുവൻ ആഘോഷമാക്കുന്നു. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും എല്ലാ വീടുകളിലും രാമമന്ത്രവും മുഴങ്ങുകയാണ്. 5 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് അയോധ്യയിൽ രാമജന്മഭൂമിയിൽ രാംലല്ല പ്രതിഷ്ഠിതനാകുമ്പോൾ ലോകമെമ്പാടുമുള്ള ഹൈന്ദവ സമൂഹം ആ അസുലഭ നിമിഷത്തിലേക്കുള്ള ആഘോഷത്തിലാണ്. ഭാരതത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങൾ രാമമന്ത്രങ്ങളാൽ മുഖരിതമാവുകയാണ്. അയോധ്യയിൽ പൂജിച്ച അക്ഷതവുമായി രാമഭക്തർ വീട് വീടാന്തരം കയറി രാമസന്ദേശം നൽകുന്നു. ശ്രീരാം ജയ രാം ജയ ജയ രാം, ശ്രീരാം ജയ രാം ജയ ജയ രാം. വനവാസം കഴിഞ്ഞു മടങ്ങിയെത്തുന്ന രാമനെ സ്വീകരിക്കാൻ രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു. അതിന്റെ അലയൊലിയാണ് ഭാരതത്തിന്റെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ എല്ലാ ഇടങ്ങളിലും ഉയരുന്ന രാമമന്ത്രം. സാധാരണക്കാർ, സമൂഹത്തിലെ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവർ എന്നിങ്ങനെ വ്യത്യാസമില്ലാതെ എല്ലാ വീടുകളിലേക്കും അക്ഷതവുമായി രാമസേവകർ എത്തുന്നു. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും കച്ച് മുതൽ കാമാഖ്യ വരെയും എന്ന പഴമൊഴി യാഥാർത്ഥ്യമാക്കുകയാണ് രാമസേവകർ. 10,000-കണക്കിന് സ്വാഭിമാനി ഹിന്ദുക്കൾ ജീവൻ നൽകി പോരാടിയതിന്റെ വിജയമാണ് അയോധ്യയിൽ ഉയർന്ന രാമരാജ്യത്തിലെ രാഷ്ട്രമന്ദിരം. അതുകൊണ്ട് തന്നെ അത്രത്തോളം വൈകാരികമാണ് ആഘോഷങ്ങളും. അക്ഷതവുമായി എത്തുന്ന രാമഭക്തരെ നിറകണ്ണുകളോടെയും നിറദീപം തെളിയിച്ചും സ്വീകരിക്കുന്ന അമ്മമാരും കരഘോഷം മുഴക്കി സ്വീകരിക്കുന്ന പുരുഷന്മാരുമെല്ലാം നൽകുന്ന സന്ദേശം രാമൻ ഭാരതത്തിന്റെ മണ്ണിൽ മനസ്സിൽ അന്തർലീനമായ വികാരമാണ് എന്നതാണ്. ന്യൂസ് ഡെസ്ക്, ജനം.